നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട പഞ്ചായത്തിന്റെ പുരസ്കാര ശുശ്രൂഷയുടെ പ്രധാന ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ നിമിഷത്തിൽ നമ്മുടെ എല്ലാവരുടെയും ദുഃഖം ഏറ്റുവാങ്ങാൻ, നമ്മളെ ആശ്വസിപ്പിക്കാൻ വിശിഷ്ടനായ മറ്റൊരു വ്യക്തി കൂടി നമ്മുടെ അഭിവന്ദ പിതാവിന് പുറമെ അഭിവന്ദനായ ജോർജ് കുളക്കര പിതാവ്, നമ്മുടെ പ്രിയപ്പെട്ട അപ്പച്ചൻ്റെ കൂടെ പഠിച്ച ക്ലാസ്മേറ്റാണ് പിതാവ്. അവിചാരിതമായിട്ടാണെങ്കിൽ പോലും പിതാവിന് ഈ ദുഃഖകരമായ അവസ്ഥയിൽ നമ്മളെ സഹായിക്കുവാനും ദുഃഖത്തിൽ പങ്കുചേരുവാനുമായിട്ട് ഒരു അവസരം ലഭിച്ചു. അവരുടെ പിതാവിന് നമുക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം നമുക്ക് വേണ്ടി രണ്ട് വാക്ക് തൻ്റെ അനുശോചനം ഇപ്പോൾ അറിയിക്കുന്നതാണ്. അഭിമന്യ പിതാവേ, മുൻസിഞ്ഞറച്ച ബഹുമാനപ്പെട്ട വൈദികരെ, കന്യാസികളെ, സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ, പ്രിയ സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, നാം എല്ലാവരും ഇപ്പോൾ ഈ ചാവറ ദേവാലയത്തിൽ ഒന്നിച്ചു കൂടിയിരിക്കുന്ന ഉദ്ദേശം നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ കുര്യന്റെ ആ ആത്മാവിനെ ഉപചാരം അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് കുര്യന്റെ വേർപാട് പോലും സംഭവിച്ചിരിക്കുന്ന ഈ നഷ്ടം ഒരിക്കലും നികത്താനാവാത്തതാണ്. എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്തൊരു വ്യക്തിയാണ്. ഞങ്ങൾ ഒന്നിച്ച് 8ലും 9ലും 10ലും എടൂര് പഠിച്ചവരാണ്. അപ്പൊ ഞാൻ വന്നിട്ട് 2-3 ദിവസമായിട്ട് വീട്ടിലേക്ക് പോയി ഈ വിവരം കേട്ടപ്പോൾ പിതാവിനോട് കൂടി ഇവിടെ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ പഠിച്ച കാലത്ത് ഉത്തമ സുഹൃത്തുക്കളായിരുന്നു. വിറ്റിയും കുര്യനും ഞാൻ ഒന്നിച്ചുണ്ടായിരുന്നതാണ്. എല്ലാ കാര്യങ്ങളിലും എവിടെ പോയാലും സ്കൂളിൽ എന്ത് ചെയ്യണമെങ്കിലും ഞങ്ങൾ ഒന്നിച്ചായിരുന്നു. കുര്യൻ ലീഡറായിരുന്ന കാലത്ത് സെക്രട്ടറി, അന്ന് ആ സ്കൂളിൽ ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്ന കാലത്ത് എല്ലാ കാര്യങ്ങളിലും, ഡ്രാമയാണെങ്കിലും സ്കൂളിലെ ഓരോ കാര്യങ്ങളിലും എല്ലാം ചെയ്തത് ഞാൻ ഓർക്കുന്നു. ഈ സമയത്ത് കുര്യനെ ദൈവം നമുക്ക് തന്ന ദൈവത്തിന് നന്ദി പറയാം. കുര്യൻ ഇത്ര കാലവും ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും, എല്ലാ നല്ല കാര്യങ്ങൾക്കുമായി ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. കുര്യനെ ദൈവമാണ് നമുക്ക് തന്നത്. ആ ദൈവം തന്നെ തിരിച്ചു വിളിച്ചു, ദൈവത്തിന്റെ നാമത്തിന് സ്തുതിയായിരിക്കട്ടെ എന്ന്. കുര്യൻ ഇവിടെ നിന്ന് വേർപെട്ടു, മരണം കുര്യനെ നമ്മളിൽ നിന്ന് വേർപെട്ടു. എങ്കിലും കുര്യൻ ഒരിക്കലും മരിക്കുകയില്ല. എന്തെന്നാൽ നമ്മുടെ മധ്യത്തിൽ തന്നെ ആ കുര്യൻ ചെയ്ത നല്ല കാര്യങ്ങൾ, കുര്യന്റെ ആ നല്ല പേര് നമ്മളുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ എന്നും ഉണ്ടായിരിക്കും. ക്രിസ്തു പറയുന്നു, വേദനിക്കുന്നവരെ, ദുഃഖിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന്. അതെ, ക്രിസ്തുവിന്റെ ആ വാക്കുകൾ നമുക്ക് ആശ്വാസം നൽകുന്നതാണ്. ക്രിസ്തു മരിച്ചു, ക്രിസ്തു പുനരുദ്ധാനം ചെയ്തു, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ആ ക്രിസ്തുവിന്റെ അതേ ചൂട് തന്നെയാണ് നമുക്കെല്ലാം പിന്തുടരാനുള്ളത്. നാം എല്ലാവരും ഈ ലോകത്തിൽ തീർത്ഥാടകരാണ്. ഈ ലോകം വിട്ട് സ്വർഗത്തിലേക്ക്, പരലോകത്തിലേക്ക് പോകേണ്ടവരാണ്. നാം ഇവിടെ ജീവിക്കുമ്പോൾ എങ്ങനെ ജീവിക്കുന്നുവോ, നമ്മുടെ ജീവിതം എത്രമാത്രം മറ്റുള്ളവർക്ക് വേണ്ടി നാം സേവനം ചെയ്യുന്നുവോ, അതനുസരിച്ചായിരിക്കും നമുക്ക് സ്വർഗത്തിൽ ഒരു സ്ഥാനം ലഭിക്കുക. നാം എല്ലാവരും അവിടെ ചെന്ന് നമ്മുടെ സ്വർഗീയ അപ്പച്ചന്റെ ആ സന്നിധിയിൽ വെള്ളപ്പൂക്കളായി, പലതരത്തിലുള്ള നല്ല പൂക്കളായി അവിടെ വസിക്കേണ്ടവരാണ്. പക്ഷേ നാം ഇവിടെ ജീവിക്കുമ്പോൾ ആ ചെയ്യുന്ന കാര്യങ്ങൾ അനുസരിച്ചായിരിക്കും നമുക്ക് അവിടെ സ്ഥാനം കിട്ടുക. ഈ സമയത്ത് നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ധാരാളം ദുഃഖമുണ്ട്. ആ ദുഃഖത്തിന് ആ ദുഃഖം ശമിപ്പിക്കുവാനും നമുക്ക് നമ്മുടെ നല്ല മാതാവ് പരിശുദ്ധ അമ്മയോട് അമ്മയോടൊന്നിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ആ അമ്മ നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ആശ്വാസം നൽകട്ടെ, സാന്ത്വനം നൽകട്ടെ. ക്രിസ്തു പറഞ്ഞു, ഞാനാണ് വഴിയും ജീവനും സത്യവും എന്ന്. ആ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും ആ സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കും. ആ ക്രിസ്തു പറഞ്ഞതുപോലെ ജീവിക്കുകയാണെങ്കിൽ, ആ എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട്, തന്നെ സ്നേഹിക്കുന്ന പോലെ മറ്റുള്ളവരെയും സ്നേഹിച്ചുകൊണ്ട്, ആ ദൈവസ്നേഹം മറ്റുള്ളവരേക്ക് കാണിച്ചുകൊണ്ട് നാം ജീവിക്കുമ്പോൾ
തീർച്ചയായും നമുക്ക് സ്വർഗത്തിൽ ഒരു സ്ഥാനം കിട്ടും എന്ന് ഇന്ന് ഇവിടെ വന്ന് നിങ്ങളോട് എല്ലാവരോടും ഒന്നിച്ച് ഇപ്പോൾ നമുക്ക് ആ കുര്യൻ്റെ ആത്മാവിന് ശാന്തി ലഭിക്കട്ടെ. സ്വർഗത്തിൽ ആ സ്വർഗീയ അപ്പച്ചൻ അവിടെ ഒരു നല്ല സ്ഥാനം കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ നാം എല്ലാവരും അങ്ങോട്ട് പോകേണ്ടവരാണ്. ആ സമയത്ത് നമുക്കെല്ലാം കണ്ടുമുട്ടാം എന്ന് പ്രിയച്ചനോട് പറയാം. കഴിഞ്ഞ ഒരു അമ്മച്ചിയുടെ ശവസംസ്കാരത്തിന് ശേഷം തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. അപ്പോഴെന്നെ ഞാൻ പറഞ്ഞു, ഇങ്ങനെ എന്നെ മെത്രാനായിട്ട് നിയോഗിച്ചിരിക്കുകയാണ്, വരുന്നുവെന്ന്. ഞാൻ വരാം, എങ്ങനെയാണ് വരേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. ഇവിടുന്ന് മൗറീഷ്യസിലേക്ക് വരിക, ദുബായിൽ നിന്ന് മൗറീഷ്യസിലേക്ക് വന്നിട്ട് മഡഗാസ്കറിലേക്ക് വരാം, അവിടെ ഞാൻ വരാം. അപ്പോൾ ഞാൻ വരാം. മെയ് 24-നാണ് എൻ്റെ മെത്രാഭിഷേകം. ആ സമയത്ത് വരാമെന്ന് കുര്യച്ചൻ സമ്മതിച്ചിരുന്നു. മാത്രമല്ല, ഞാൻ കുര്യച്ചനെ പോയിട്ട് ദുബായിൽ പോയി കാണണമെന്ന് ഞാൻ പാരീസിലേക്ക് പോകുന്ന വഴിക്ക് അടുത്ത മാസം 5-ാം തീയതി അവിടെ പോയി കാണാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ കുര്യച്ച, നമുക്കിനി സ്വർഗത്തിൽ ഒന്നിച്ച് കാണാം. തികച്ചും അപ്രതീക്ഷിതമായ ഒരു വേർപാടിന് മുമ്പിൽ ആ വേർപാടിലുള്ള ദുഃഖം രേഖപ്പെടുത്തുവാൻ വാക്കുകൾ കിട്ടാത്ത ഒരവസരത്തിലാണ് നാം എല്ലാവരും ഇവിടെ സന്നിധിയായിരിക്കുന്നത്. അഗതയുടെ കൊച്ചു കൊച്ചു വികാരങ്ങൾ അതിരുന്ന ജോർജ് പിതാവ് സ്വന്തം കൂട്ടുകാരനെ അനുസ്മരിച്ചുകൊണ്ട് രേഖപ്പെടുത്തിയുണ്ടായി. അവർ തീർച്ചയായിട്ടും ഇവിടെ വാക്കുകളിൽ എന്തെങ്കിലും അവതരിപ്പിക്കുക, പ്രകടിപ്പിക്കുക എന്നുള്ളത് സ്നേഹിക്കുന്ന എല്ലാവരും സുഹൃത്തോടും പ്രയാസമുള്ള കാര്യമാണ്. ആ ഒരു അവസ്ഥയിലാണ് ഞാനും ഞങ്ങളുടെ നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ അപ്പച്ചനോട് ഇപ്രകാരം ഇത്ര വേഗം ഒരു യാത്ര പറയേണ്ടി വരുമെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കുക, സ്വപ്നം കാണുക പോലും ആരെങ്കിലും സ്വപ്നം കാട്ടിയിട്ടില്ല. എങ്കിലും തിരുവചനം വാർപ്പിക്കുന്ന പോലെ നമ്മൾ വിധത്തിൽ ചിന്തിക്കുന്നു, ദൈവം മറുവിധത്തിൽ ചിന്തിക്കുന്നു. നല്ലൊരു കാര്യം മാത്രം ദർശിച്ചുകൊണ്ട് അത്രമാത്രം ആഴമായ ദുഃഖത്തിനാണെന്ന് കൊണ്ടാം ദൈവം ചിന്തിക്കുന്നത് ആണ് നമുക്ക് നന്മയ്ക്ക് വേണ്ടിയുള്ളത്, അപ്പച്ചൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളത്, അപ്പച്ചൻ്റെ വേർപാടിൽ തീർച്ചയായിട്ടും ഇന്നവരുടെ നന്മയ്ക്ക് വേണ്ടി എന്നുള്ളത് യാതൊരു സംശയവുമില്ല. മനുഷ്യമായിട്ടുള്ള നമ്മുടെ വേദനയും ബുദ്ധിമുട്ടുകളുമൊക്കെ താങ്ങുന്നതിന് വേണ്ടിയുള്ള അനുഗ്രഹം നൽകുന്ന ദൈവം നമുക്ക് താങ്ങാൻ തരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അധ്വാനിക്കുകയും ഇതൊക്കെ ചെയ്യുന്നതൊക്കെ എൻ്റെ അടുക്കൽ വരട്ടെ ഞാൻ ആശ്വസിപ്പിക്കാമെന്ന് കർത്താവ് വാക്കുണ്ട്. വാസ്തവത്തിൽ ഈ ഒരു അവസരത്തിലാണ് മാത്രം തീവ്രമായിട്ട് ദുഃഖം അനുഭവിക്കുമ്പോൾ കർത്താവ് വേറെ കൊണ്ടുമല്ല പോകേണ്ടത്, കർത്താവിൻ്റെ അടുത്തേക്ക് തന്നെയാണ് പോകുന്നത്. വേറൊരുത്തർക്കും വേറെ ആരെങ്കിലും പ്രസംഗത്തിനോ ആശ്വാസത്തിനോ കരച്ചിലിനോ ഒന്നും ഈ ദുഃഖത്തെ സുഹൃത്തിൽ നമുക്ക് ആലോചിക്കാൻ സാധിക്കുകയാണ്. അത് സാധ്യമായിട്ടുള്ള നല്ല ദൈവം മാത്രമാണ്. കൊണ്ട് ആ നല്ല ദൈവം നമുക്ക് ദുഃഖമുണ്ടെങ്കിലും നമുക്ക് നഷ്ടപ്പെട്ടുവെങ്കിൽ പോലും ആ നല്ലവനായ ദൈവത്തിൻ്റെ പക്കലേക്കാണ്, ആ നല്ലവരെ സമ്മാനം മേടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പച്ചൻ പോയിരിക്കുന്നുള്ളത് നമുക്ക് ആശ്വാസം തരുന്ന ഒരു കാര്യമാണ്. ഈ അവസരത്തിൽ അപ്പച്ചൻ്റെ ഈ പരിപാടിയിൽ ആരാണ് കൂടുതൽ വേദനിക്കുന്നതോ ദുഃഖിക്കുന്നതെന്ന് തിരിച്ചറിയാൻ പാടില്ലാത്ത വിധത്തിൽ അത്രമാത്രം ഒരു എല്ലാവരും വേദന അവസരമാണ്. അപ്പച്ചൻ്റെ ജീവിതം വലിയ റോസ്മയും അതുപോലെ അപ്പച്ചൻ്റെ പ്രിയ അപ്പച്ചൻ ആയ ചക്കച്ചേട്ടനും പ്രിയപ്പെട്ട രണ്ട് മക്കളും ഒരു പക്ഷേ കുഞ്ഞു പേരക്കിടാവിന് ഇന്ന് മനസ്സിലാക്കാനുള്ള സമയമായി അറിയില്ല. അവിടെ എല്ലാം വേദന അത്രമാത്രം വലുതാണെന്ന് എനിക്കറിയാം. മനുഷ്യമായിട്ടുള്ള കഴിവുകേടിലാണെങ്കിലും കൊള്ളാം അവരെല്ലാവരും പ്രത്യേകമായിട്ട് ഈ വലിയ അഭിവൃക്ഷത്തിൽ, ഈ പ്രയാസവൃക്ഷത്തിൽ സഹിതാവധീയമേ ഈ പ്രിയപ്പെട്ടവരുടെ വേദനയിൽ അവിടുന്ന് അവരുടെ കൂടെ ഉണ്ടായിരിക്കണമെന്നും
അവരെ ആശ്വസിപ്പിക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും ഇവിടെ ഈ സംസ്കാരത്തിൽ കുട്ടിക്കുന്ന എല്ലാവരും ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന നമ്മുടെ നാവുകളിൽ ഉയരപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതാണ് ഞങ്ങൾക്ക് ആശ്വസിക്കാൻ പറ്റുകയില്ല. ആശ്വസിക്കാൻ പറ്റുന്നവരുടെ കാര്യങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. അതേസമയം ഇവിടെ കൂടി എല്ലാവരുടെയും പേരിൽ ഈ ആദ്യമായ ദുഃഖത്തിൻ്റെ വിശ്വാസം ഞാൻ രേഖപ്പെടുത്തുന്നു. ഇഷ്ടം നിർവഹിച്ചു ജീവിച്ചു എന്നുള്ളതാണ് നമുക്ക് ഈ ദുഃഖത്തിൻ്റെ അവസരത്തിലും വളരെയധികം ദുഃഖത്തിനൊക്കെ ആശ്വാസവും സമാധാനവും സന്തോഷവും ചെയ്യാൻ സാധിക്കുന്നത്. അച്ഛൻ്റെ പ്രാർത്ഥനയോട് പറയുന്നുണ്ട്, ഇവിടെ എല്ലാം നമ്മുടെ വിട്ടു പോകും. നന്ദി ചില നന്മ പ്രവൃത്തികൾ നിന്നെ അനുഗമിക്കുമെന്നു. അപ്പോൾ ആ നന്മ പ്രവൃത്തികളാണ് സ്നേഹിതാവിൻ്റെ മുമ്പിൽ ആ പ്രിയപ്പെട്ട മകന് വലിയ സമ്മാനം വാങ്ങിക്കൊടുക്കുക. ഇവിടെ നഷ്ടപ്പെടുന്നതെല്ലാം വിട്ട് പോയെങ്കിൽ ഒരിക്കലും നഷ്ടപ്പെടാത്ത, കടലിൽ മോഷ്ടിക്കാനോ ദരിദ്രം നശിപ്പിക്കാനോ സാധിക്കാത്ത, ഒന്നിനും കുറവില്ലാത്ത ഒരു നിത്യസൗഭാഗ്യത്തിൽ നമ്മൾ വിശ്വസിക്കുന്നവരാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരുടെയും ഭാഗഭേദമാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഒരിക്കലും നശിക്കാത്തതിലാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ദൈവം എല്ലാ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നത് പറയുമ്പോൾ ആ നിത്യസൗഭാഗ്യത്തിലേക്കാണ് അപ്പച്ചനെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ പിതാവിൻ്റെ ശരീരങ്ങളിലും പിതാവ് അത്രമാത്രം സ്നേഹിക്കാനായിട്ട് സമ്മാനഗ്രഹമായിട്ട് അർഹമായിട്ടുള്ളതെല്ലാം അപ്പച്ചൻ ചെയ്തിട്ടാണ് പോയത്. അവിടെ വചനത്തോട് ഓർപ്പിച്ചിട്ടുണ്ട്, ഈ ചെറിയവർക്ക് ചെയ്തപ്പോൾ എനിക്കാണ് ചെയ്തത്, ഈ പാവപ്പെട്ടവർക്ക് ചെയ്തപ്പോഴൊക്കെ എനിക്കാണ് ചെയ്തത്, ആവശ്യമുള്ള സഹോദരങ്ങൾക്ക് ചെയ്തപ്പോഴൊക്കെ എനിക്കാണ് ചെയ്തതെന്ന് ഈശോ അവസാന ദിവസത്തിൽ പറയുമെന്ന് ശേഷം വായിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഇവരെ നമുക്ക് എല്ലാവരുടെയും മനസ്സിലുണ്ട്. അപ്പച്ചന് ഇവിടെ നമ്മളിവനായിട്ട് ജനിച്ച് നമ്മുടേതായ വിദ്യാഭ്യാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ശക്തി വളർന്ന് ദൈവത്തിനും കുറയായാലും സ്വന്തമായിട്ടുള്ള ദൈവദാസങ്ങളുടെ സ്വന്തമായപ്പോഴാണ് ദൈവത്തിൻ്റെ നേട്ടങ്ങൾ ലോകത്തിൽ നേടുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എന്നാൽ ആ നേട്ടങ്ങളൊന്നും സ്വന്തം മഹത്വത്തിനും സ്വന്തം വലിപ്പം കാണിക്കുന്നതിനും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ സ്വന്തം കഴിവുകൊണ്ടാണെന്ന് തിരിക്കാതെ നല്ലവനായ ദൈവൻ എന്നെ വളർത്തി, നല്ലവനായ ദൈവത്തിൻ്റെ ഉയർത്തി, അത് നല്ലവനായ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതിന് വേണ്ടിയാണ് എന്ന് അപ്പച്ചറിയാമായിരുന്നു. ആ കാര്യം ഇവിടെ ഈ പ്രദേശത്ത് എല്ലാവർക്കും ആദ്യം അറിയാവുന്നതാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ അപ്പച്ചൻ വിവാദത്തിൽ പറയുമ്പോൾ അപ്പച്ചനെ പറയുമ്പോഴേക്കുണ്ടല്ലോ ഞാൻ വന്നപ്പോഴേ ഇരുന്നവരെ കണ്ടപ്പോഴും പറയാണ് കാണുമ്പോഴേക്കും ഓർക്കുമ്പോഴേക്കും എന്നതിന് വേണം. അപ്പോഴും ഈ ഓർക്കുമ്പോൾ തന്നെ കണ്ടുതരത്തിലുള്ള ഒരു വലിയ മാതൃകത്തിലാണ് അപ്പച്ചൻ പോയത്. അപ്പം ഇപ്രകാരം തന്നെ മാതൃക കാണിച്ചുകൊണ്ട് സപ്തമറ്റ് മാസം സാധിക്കുന്നതിന് സന്മനിച്ച അപ്പച്ചന് ദൈവത്തിൻ്റെ ഇഷ്ടം നിർവഹിച്ചുകൊണ്ടാണ് പോയത്. ദൈവത്തെ നമ്മെ വായിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനം വായിച്ച് ഇരിക്കുന്നവർക്ക് ഒരിക്കലും മരണമില്ല, ഒരിക്കലും മരണമില്ല. ദൈവത്തിൽ ശ്രദ്ധിക്കുന്നത് തീർച്ചയായിട്ടും നിത്യജീവൻ കിട്ടും. അപ്പോൾ നമുക്ക് ഈ അവസരത്തെ മാത്രം വലിയ നിത്യസൗഭാഗ്യം കിട്ടുന്നതിനോട് നമ്മുടെ ആ വേദനത്തിൽ നമുക്ക് ആശ്വാസം തരാനായിട്ട് ശ്രമിക്കാം. ഇതിനൊപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ മനസ്സിനുള്ളിൽ നിന്നും നല്ലവനായ പിന്നിച്ച് നമ്മുടെ രാവിലെ പ്രാർത്ഥനയോടുകൂടി അപ്പച്ചൻ്റെ ആത്മാവിനെ സ്നേഹിതാവായിട്ട് മുമ്പിൽ സമർപ്പിക്കുമ്പോൾ അപ്പച്ചനും ശിക്ഷാരും പിതാവിനോട് വിശ്വസിച്ച് കൊടുത്ത അപ്പച്ചന് തന്റെ സാഹചര്യങ്ങളിൽ നോക്കി എങ്കിൽ പോലും ആ വിശ്വസിച്ച് ജീവിച്ചതുകൊണ്ട് അപ്പച്ചനും പറയാൻ സാധിക്കും, ദൈവമേ അവിടെ എനിക്ക് എന്തെങ്കിലും വളർത്തുകയും ഒക്കെ ചെയ്തല്ലോ, അവിടെ എന്നിരുന്നും ആഗ്രഹിച്ചൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അവളുടെ ജീവിതം നമുക്ക് മനുഷ്യനെ ചിന്തിക്കുമ്പോൾ പൂർണ്ണമായെന്ന് പറയും. ചെറുപ്പത്തിലെ ഇത് വിവാഹം എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യരുടെ ചിന്തയിൽ പൂർണ്ണമായിട്ടില്ല. തന്നാൻ്റെ മുമ്പിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ കൂടുതൽ പൂർണ്ണമായിട്ടുണ്ട്. ഞാൻ നിശ്ചിതം പൂർത്തിയാക്കി ഈശോ പറഞ്ഞത് എങ്ങനെയാണ്, ഇതാണ് എൻ്റെ ഇഷ്ടം എനിക്ക് പൂർത്തിയാക്കി. അപ്പം എൻ്റെ അതുപോലെ തന്നെ അച്ഛൻ പറയാൻ സാധിക്കും, എൻ്റെ അവിടുത്തെ ഇഷ്ടം ഞാൻ പരിശ്രമിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും മനസ്സിലൊന്നു അച്ഛന് എൻ്റെ കൂടെ വന്നിട്ട് പോയിട്ടുണ്ട്. ഡൽഹിയിൽ പഠിച്ചിട്ട് ഒരു പക്ഷേ കൂടുതൽ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മാസത്തിലേക്ക് താഴെ ജീവി മാപ്പിച്ചിട്ടുള്ളത് അവിടെയെങ്കിലും വിധത്തിൽ
മനുഷ്യന്മാരുടെ എന്തെങ്കിലും എന്തെങ്കിലും വെച്ച് വാച്ച് നിൽക്കുമ്പോൾ പോലെ ഇടമില്ലാതെ ഇടപെടുന്നെങ്കിൽ അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിച്ചുകൊണ്ട് മാറ്റി സമ്മാനം അത് ആളുകൾ പ്രാർത്ഥനയും കേൾക്കാതിരിക്കുകയില്ല. ഇവിടെ ഈ പുസ്തകത്തിൽ നിന്ന് പോലെ സംസാരിക്കുന്ന ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവരിത് പറഞ്ഞപ്പോൾ സന്തോഷിച്ചു ജീവനും അതുപോൽ ശരണവും അരുളിയിടാം. ശബ്ദമുയർത്തുമ്പോൾ അല്ലറ വിളരും മൃതരുടെ എഴുന്നേൽക്കും. അവന്റെ നാമയെന്നും ധന്യമാകുന്നു. ഹൃദയെ മുറവോ നാഥനയയ്ക്കുന്നു. ദുഷ്ടനുമിടയിൽ ശിഷ്ടനും ഒരുപോലെ. ആലയം കുരിശിൽ കണ്ടവൻ അവസാനം വിധിയുടെ നാളിൽ കൈവരുമാനന്ദം. നീ എന്നെ സൃഷ്ടിച്ചെന്റെ കൈകൾ വെച്ചു. ധൂളിൽ നിന്നും ജന്മമെനിക്കേകി. നിന്നെ നമിക്കാൻ നൽകണം ഉദ്ധാനം. ജീവനവർക്കേകും വിശുദ്ധ പ്രകാശമുദിച്ചു കനകപ്രഭയിൽ. കവരിടമൊളി ചിഹ്നം അതിലുള്ളവരോ നാഥനു പുകഴ് പാടും. ചെറിയവരും വലിയവരും പ്രിയരെ നിങ്ങൾ കരയുന്നതിലേശൻ പുനരുദ്ധാനം നൽകാൻ വരുമല്ലോ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. താതനുമേവം സുതനും റൂഹായിക്കും കീർത്തനമെന്നും ഞങ്ങൾ ആനയിക്കുന്നു. ആദിമുതലേക്കും ഈശോനാഥ മരണം